സീരിയസ് ത്രില്ലറായിരുന്നല്ലോ, വില്ലനായിരുന്നു. അപ്പോൾ ഈ മാറ്റം ശരിക്കും അനീഫ്ക ബോധപൂർവമായിട്ട് ശ്രമിച്ചതാണോ അല്ലെങ്കിൽ അങ്ങനെ വന്നതാണോ? ഹ്യൂമറിലേക്കല്ല, ഞാനത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്താണ്. ആണല്ലേ? ആള് ചിരിച്ചെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നത് അത് കിരീടമൊക്കെയാണ് അനീഫ്കയുടെ. പിന്നെ അതിന് പുറകെ മാന്നാർവത്തായി, അങ്ങനെ കുറെ പടങ്ങളാണ് അനീഫ്ക ഒരു ഫുൾ കൊമേഡി. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹിറ്റ്ലറിലെ ക്യാരക്ടറാണ്. എന്താണെന്നറിയോ, ഒറ്റ സീനിൽ എനിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള സീൻ തന്നു. അതിലെ കീ കൊണ്ടൊന്ന് തിരിച്ചേൽപ്പിക്കുന്ന അവിടെ ഒരു ആക്ടർക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു സീരിയസ് സീക്വൻസും കൂടി വന്നപ്പോഴാണ് ആ ക്യാരക്ടർ ക്ലീൻ ആയിട്ട്. എനിക്കെപ്പോഴും ഒത്തിരി ഹ്യൂമർ ആണെങ്കിലും കുറച്ച് സീരിയസിലേക്ക് നീങ്ങുന്നതാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ അതിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇയാൾ ഒരു ഷാഡോ ആണല്ലോ, ഈ നമ്മുടെ തല്ലിപ്പൊളി ജബ്ബാർ കഥാപാത്രം. അപ്പോൾ ആ ഷാഡോ കൊച്ചിയിലുണ്ടല്ലോ, കൊച്ചിയിൽ പിന്നെ എല്ലാ പേരിനും ഇരട്ട പേരുണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് പേരിട്ടാലാണ് ആളുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ പേരിനും ആളുകളുണ്ടാവും. ഇവിടെ കൊച്ചിയിൽ അങ്ങനെ ഒരു ഇരട്ട പേരിൻ്റെ ഒരു സ്ഥലമാണല്ലോ കൊച്ചി. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൊച്ചിക്കാരാകുമ്പോൾ. അപ്പോൾ ആ പടം അനീഫ്ക ചെയ്തു. അങ്ങനെ ഏത് പടമായിരുന്നു ശരിക്കും അനീഫ്കയുടെ ടേണിങ് വരുന്നത്? ടേണിങ് ആക്ച്വലി ആള് തിരിച്ച് ചെയ്തത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പണ്ട്, പ്രിയന്റെ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രിയന്റെ പടത്തിൽ ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. പക്ഷെ അതിൽ ഇതിനു മുമ്പ് മഴ പെയ്യുന്ന മദ്ദളം എന്നുള്ള ഒരു പടത്തിൽ ഇച്ചിരി ഹ്യൂമറായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. അതൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല ആള്. പിന്നെ ഗ്യാപ്പുകളൊക്കെ വന്ന് കിരീടം എന്നുള്ള പടം വന്നു. ആ പടം ഭയങ്കര ഹിറ്റാകുകയും ആ കഥാപാത്രത്തിന് ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവുകയും കൂടി ചെയ്തപ്പോഴാണ് അതൊരു ഹ്യൂമർ അതിലുണ്ട്, ഇയാൾ ഹ്യൂമർ ചെയ്യുമെന്ന് സിനിമാക്കാർക്ക് മനസ്സിലായി. ശരിയാണ്. ഇപ്പോൾ ഞാൻ പോലും ഓർക്കുന്നുണ്ട് അനീഫ്ക ഒരു ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നൊരു നടനാണ് എന്ന് എനിക്ക് പോലും തോന്നിയത് ഏഴാമത്തെ പടത്തിലാണ്. അപ്പം അനീഫ്കയെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത് നമ്മളൊക്കെ തമാശ പടങ്ങൾ എടുക്കുന്ന ആളുകളാണ്. തമാശ പടം ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ചെയ്തിട്ടില്ല. അതെ അതെ, എല്ലാം സീരിയസ് ആണ്. അതെ അതെ, അനീഫ്കയുടെ ഹ്യൂമറുണ്ട്. പക്ഷെ ഹ്യൂമർ വളരെ റയറായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. മെയിൻ ട്രാക്ക് ഹ്യൂമറിലായിരിക്കില്ല. എൻ്റെ എല്ലാം ഭയങ്കര സീരിയസും ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ, ഡ്രാമയൊക്കെ ആയിരിക്കും. അതെ. അപ്പോൾ പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെ ഈ ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഹാസ്യം എന്നുള്ള ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് ഇപ്പോഴാണ് ആക്ച്വലി പെടുത്തുന്നത്. ആദ്യം നമ്മളിതൊന്നും വലിയ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അനീഫ്ക അങ്ങോട്ട് സിൻസിയറായിട്ട് ചെയ്യുന്നു, ആളുകൾ ചിരിക്കുമ്പോഴാണ് അനീഫ്ക ഇത് ശരി എന്ന് പറഞ്ഞില്ല. അതാണ് അതിൻ്റെ ഒരു സിൻസിയറായിട്ടുള്ള ഒബ്സർവേഷൻ. കാരണം നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് അത് കോമാളിത്തമാവുക. ആ കഥാപാത്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലിരുത്തി ചെയ്യുമ്പോൾ ആളുകൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ കഥാപാത്രത്തിനോട് നമ്മൾ ചെയ്യാവുന്ന എന്താ പറയുക, സത്യസന്ധത. ആ കഥാപാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ ആ കഥാപാത്രത്തിൽ നിന്നൊരു ഹ്യൂമർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അനീഫ്ക സിൻസിയറായിട്ട് ചെയ്യുമ്പോൾ അത് കിട്ടും. അത് അല്ലെങ്കിൽ അർത്ഥമില്ലല്ലോ. കാരണം ഇപ്പോൾ ഒരു മണ്ടൻ എന്ന് പറഞ്ഞാൽ അവൻ 100% മണ്ടനായിരിക്കണം. അല്ലാതെ അവിടെ സൗന്ദര്യം നോക്കാനും അവിടെ അതിൻ്റെ ഒരു ഭംഗി അല്ലെ ചിരിക്കുമ്പോൾ ഇത്തിരി നല്ല സുന്ദരന അതൊന്നും ചിന്തിക്കരുത്. എന്ത് ക്യാരക്ടർ എൽദോ തന്നെ, അത് വേറെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നോക്കില്ല. അങ്ങനെ എന്ത് ക്യാരക്ടർ വന്നാലും നമ്മൾ ആ ക്യാരക്ടറുടെ 100% സിൻസിയറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണ ഇപ്പം സിദ്ദിഖ് പറഞ്ഞത് തന്നെയാണ്. ആക്ച്വലി എനിക്കൊരു ഡിഫറൻസ് പറയുന്ന ആളുകൾ അത് തന്നെയാണ്, ഭയങ്കര സിൻസിയറാണെന്ന്. അത് ഇഡിയറ്റാണെങ്കിലും ഭയങ്കര സിൻസിയറാണെന്ന്. അതെ അതെ അതെ. പിന്നെ നമ്മൾ പണ്ടൊക്കെ പെരുന്നാളിനൊക്കെ സിനിമ കാണാൻ പോകല്ല. പെരുന്നാളിനാണ് നമുക്ക് സിനിമയ്ക്ക് പെർമിഷൻ കിട്ടുക വീടുകളിലൊക്കെ. അനീഫ്ക്കൊക്കെ എനിക്കൊക്കെ അങ്ങനെ, ഞാനൊക്കെ ഫസ്റ്റ് കാണാൻ തുടങ്ങിയത്. എനിക്ക് പ്രശ്നമില്ല. അത് നമുക്ക് ആകെപ്പാടെ ഫുൾ ഫ്രീഡം കിട്ടും. അതായത് നമ്മളെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് സിനിമ കാണാൻ പോയി എന്നാണ് അല്ലേ? സിനിമ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ എന്തോ അടി കിട്ടിയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഇന്നതല്ല, ഇന്ന് മറ്റു കാര്യങ്ങൾക്ക് പോയിട്ട് പലരും സിനിമയ്ക്ക് പോയി എന്നാ പറയാ അല്ലേ? അപ്പോൾ സിനിമയോടുള്ള നമ്മുടെ പൊതുവെയുള്ള അപ്രോച്ച് നമ്മുടെ വീടുകളിലും ഒക്കെ മാറിയിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് എന്തോരം തല്ലാണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. സിനിമ കണ്ടിട്ട് പണ്ടൊക്കെ പഴയ പത്മ തിയേറ്ററിലൊക്കെ നമ്മൾ ചാരി ഇരിക്കില്ല, ചാരി ഇരുന്ന ഷർട്ട് ചുളുങ്ങും. അപ്പോൾ ചുളുങ്ങിയിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് സിനിമ കാണാൻ പോയിരിക്കുകയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാരാതെ ഇരിക്കുക. എന്നിട്ട് ഇൻ്റർവെല്ലിന് ഔട്ട് പാസ് വാങ്ങിച്ചിട്ട് വരും. ഔട്ട് പാസ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അടുത്ത ദിവസം
ഈ ഔട്ട് പാസ് വെച്ചിട്ട് ബാക്കി കാണും അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സാഹസം കഴിച്ചിട്ടാണ് അന്നൊക്കെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇന്നിപ്പോൾ അത് മാറിയിരിക്കുന്നത്.